ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങം രാശിയിൽ കേതു ഉള്ള സമയമാണ്. ആ ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം വരുന്നു ചിങ്ങം രാശിയിൽ. അപ്പം ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത്. അതുപോലെ ശുക്രന് കേതുവുമായിട്ട് യോഗം വരുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ ശുക്രൻ ഈ ചിങ്ങം രാശിയിൽ ഉണ്ടാകും. അത് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ 5ാം ഭാവരാശിയാണ്, സൂര്യൻ്റെ രാശിയാണ്. അപ്പോൾ അധികാരത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും രാശി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് സുഖത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശി മാറുന്നത്. അപ്പം ശുക്രനും കേതുവുമായിട്ട് അവിടെ യോഗവും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ നമുക്ക് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ശ്രമമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലുമൊക്കെ തന്നെ പഠനതലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാനും കഴിയാവുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സിലും സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാനും അതിനുള്ള സ്ട്രാറ്റജിയൊക്കെ ആവിഷ്കരിക്കാനുള്ള സമയമായിട്ടും കൂടെ നമുക്ക് ഈ ശുക്രൻ്റെ ചിങ്ങം രാശിയിലെ രാശിമാറ്റം കൊണ്ട് പറയാം. ഇത് കാലപുരുഷൻ്റെ 5ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകാവുന്ന ഫലങ്ങളാണ്. ഇത് ഒരു പൊതുഫലമാണ്. പക്ഷേ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ആ ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അത് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും. ഇപ്പോൾ ധനുക്കുറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ധനുക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 6ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ ജൂലൈ 4 അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ശുക്രൻ 6ാം ഭാവാധിപനാണ്. ആ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവല്, അതേസമയം തൊഴിലിടത്ത് നമ്മൾ സീനിയർ അധ്യാപകർ, അതുപോലെ പിതാവ്, മുതിർന്നവർ, മെൻറ്റേഴ്സ്, ഇവരുമായിട്ട് ഭിന്നത ഉണ്ടാകാതെ നോക്കണം. അതുപോലെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വരുന്നത് നമ്മുടെ കഴിവിലൂടെയാണ്, നമ്മുടെ എഫർട്ടിലൂടെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്തുണ്ടാകണം. അപ്പോൾ നമുക്ക് വർക്കിൽ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ഇപ്പം തൊഴിലിടത്ത് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അത് പരിഹരിക്കാൻ കഴിയാവുന്ന സമയവും കൂടെയാണ്. അതുപോലെ തന്നെ ശുക്രൻ 11ാം ഭാവാധിപനും കൂടെയാണ്. ആ 11ാം ഭാവാധിപനെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ 11ൻ്റെ 11ാം ഭാവമാണ് ഈ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് തൊഴിലിടത്ത് പ്രത്യേകിച്ച് സുപ്പീരിയറിൻ്റെയൊക്കെ സഹായം കിട്ടാൻ സഹായകമാണ്. നമ്മുടെ സൗഹൃദങ്ങൾ വഴി നമുക്ക് നേട്ടങ്ങളുണ്ടാകും, സാമൂഹ്യ ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാകും. അതുപോലെ പിതാവിനെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെയാണ് 11ാം ഭാവാധിപൻ 9ൽ വരിക എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഉന്നത വിദ്യ ഒക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനിലൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ അനുകൂല സമയമാണ്.
വിദേശത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഹയർ എഡ്യൂക്കേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ മുതിർന്നവരോടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക്, അതുപോലെ പിതാവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് അവരുടെയൊക്കെ ഗൈഡൻസ് പ്രത്യേകിച്ച് ഇവരുടെ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് സംസാരത്തിലൊക്കെ ഒരു ഫിലോസഫിക്കൽ ടച്ച് വരാവുന്ന സമയമാണ്. അപ്പോൾ ഈ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യക്ഷമതയൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ കാര്യക്ഷമത തൊഴിലിടത്ത് വരണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിവൈൻ കടാക്ഷം ഉണ്ടാകണം. ആത്മീയപരമായിട്ടുള്ള ഒരു ഉയർച്ച ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ആ തൊഴിലിടത്ത് നമുക്ക് സഡനായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ ആ തൊഴിലിടത്തുള്ള മുതിർന്നവരുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെയാണ്. അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ ഈ പ്രത്യേകിച്ച് ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ്. അത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളായിരിക്കാം. കഴിവതും പിതാവുമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതെ നോക്കണം. പിതാവിൻ്റെ സ്വാധീനം കൊണ്ട് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഈ ആത്മീയത ഉയർച്ചയുടെ പടവുകളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്ത് ഉണ്ടാകുന്നത് വളരെ ഗുണം ചെയ്യും. അങ്ങനെ നമ്മൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ശുക്രൻ 3-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ൽ രാഹുവുള്ള സമയമാണ്. അപ്പം 3-ൽ രാഹുവൊക്കെ നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടിയും കൂടെ വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പ്രസീവ് ആകും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും അതിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സമയത്ത് ഉപാസനാദി കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഈ ധനുക്കൂറുകാർക്ക് ഗുണാനുഭവം കൂടാവുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അത് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ, യോഗകാരകനാണ് ശുക്രൻ. ജൂലൈ 4-ന് ആ ശുക്രൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. യോഗകാരകനായ ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറും. ആഗസ്റ്റ് 2 വരെ ശുക്രൻ അഷ്ടമത്തിലായിരിക്കും. അതുപോലെ ഈ അഷ്ടമത്തിൽ കേതു ഉള്ള സമയം കൂടെയാണ്. അങ്ങനെ കേതുവും ശുക്രനുമായിട്ടുള്ള യോഗം അഷ്ടമത്തിൽ വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്ക് ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് താട്ട് കൂടാവുന്ന സമയമാണ്. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യം കൂടാവുന്ന സമയമാണ്. മറ്റുള്ളവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. പൊതുവേ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളിലും ഒരു നിഗൂഢത കീപ്പ് ചെയ്യുന്ന സമയം കൂടിയാണ്. രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്ന സമയം കൂടിയാണ്. അതുപോലെ സ്പിരിച്വലി ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം കൂടെയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ കയറി വേണം ശുക്രൻ അഷ്ടമത്തിൽ വരുമ്പോൾ. ചിലർക്ക് ഈ 5-ാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ വരുമ്പോൾ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ കൂറുകാരൽപ്പം ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ സംഭാവന ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ 10-ാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിലേക്ക് വരികയാണ് എന്നുള്ളത് കൊണ്ട്
തൊഴിലിടത്ത് സഡനായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തൊഴിലിൽ ഒരു സുഖക്കുറവിന് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 10ാം ഭാവാധിപൻ 8ലേക്കൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ വർക്ക് പ്രഷർ ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ഥാനക്കയറ്റത്തിനൊക്കെ ചിലപ്പോൾ ചെറിയ ഡിലേ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. അതുപോലെ തന്നെ ഈ ഗവേഷണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ബാങ്കിങ്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ, അതുപോലെ ഇൻഷുറൻസ് വർക്കേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും. അതുപോലെ നമ്മൾ ഏർപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവ് അവർക്കുണ്ടാകും. നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ കൂട്ടു സംരംഭങ്ങളിലൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. മുൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്, അതിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോയിൻ്റ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ വസ്തു ക്രയവിക്രയങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണം. അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് അഗ്രസീവ് ആകുന്ന ഒരു ബിഹേവിയർ ഒഴിവാക്കണം. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനും അല്പം കെയർ വേണം. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് സഡനായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകാം. അപ്പോൾ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള എഫർട്ട് അവരുടെ ഭാഗത്ത് ആവശ്യമാണ്. അതുപോലെ ഈ പ്രണയബന്ധത്തിൽ ആ പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല. അതുപോലെ തന്നെ ശുക്രൻ 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അഷ്ടമരാശിയിൽ നിന്നുള്ള ശുക്രൻ 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 2ൽ രാഹു ഉണ്ട്. അപ്പോൾ ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് സഡനായിട്ടുള്ളൊരു പരിഹാരം ആ ശുക്രൻ്റെ 2ൽ ദൃഷ്ടി കൊണ്ടുണ്ടാകാം. കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവ് ചെയ്യാം. പ്രത്യേകിച്ച് വീട് അല്ലെങ്കിൽ വാഹനം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനച്ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ ഔട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ 4ഉം 9ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ്. ജൂലൈ 4-ന് ആ ശുക്രൻ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ശുക്രൻ 7-ലുണ്ടാകും. അതുപോലെ നമ്മുടെ ആ 7ാം ഭാവരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം 7ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. അപ്പം 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് 7-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ പങ്കാളിയുടെ സ്വാധീനം കൂടാവുന്ന സമയമാണ്, ജീവിത പങ്കാളിയുടെ. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകും. പ്രത്യേകിച്ച് 7-ലൊക്കെ കേതു നിൽക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അവിടെ ശുക്രൻ വരുമ്പോൾ ആ കേതുവിൻ്റെ 7-ലെ സ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യത കാണുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആലസ്യമൊക്കെ മാറും. ആ ശുക്രൻ യോഗകാരകനായിട്ടാണ് ആ 7-ൽ വരുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഗുണകരമാകും. പുതിയ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ബിസിനസ്സിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിൽ ബിസിനസ് കരാർ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തപ്പെടുന്നതിന് സാധ്യതയുണ്ട്.
അതുപോലെ ചിലർക്ക് ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളി കണ്ടെത്താൻ കഴിയുന്ന സമയം കൂടെയാണ്. വിവാഹ ആലോചനകൾക്കും വിവാഹ നിശ്ചയത്തിനുമൊക്കെ തന്നെ സാധ്യതയുള്ള അനുകൂല സമയമാണ്. ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും. അതുപോലെ ഈ ശുക്രൻ 9ാം ഭാവാധിപനാണ്. ആ 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7ലേക്ക് വരിക എന്ന് പറയുമ്പോൾ വിവാഹം വഴി നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ പാർട്ട്ണർഷിപ്പ് വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുജനങ്ങൾ, അതായത് പബ്ലിക് ഡീലിങ്സ് വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ഗൈഡൻസ് ഒക്കെ ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് ഒരു ഈശ്വര ചിന്ത കൂടാവുന്ന സമയം കൂടെയാണ്. അത് അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. വിദേശത്തൊക്കെ അവസരങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടുന്ന സമയമെന്ന് പറയാം. ഹയർ എഡ്യൂക്കേഷൻ വഴിയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത്. അത് ഗുണം ചെയ്യും. അതുപോലെ പിതാവിന് വിദേശബന്ധം വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. തൊഴിൽപരമായിട്ടും അനുകൂല സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് തന്നെ അവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ്. അപ്പോൾ അതുപോലെ ജന്മരാശിയിൽ രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ ആ രാശിയിലേക്ക്, ജന്മരാശിയിലേക്ക് ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് ആ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായാൽ ആ കൺഫ്യൂഷൻ, അതുപോലെ നമ്മളിലെ തർക്ക സ്വഭാവങ്ങൾ, ഇവയൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് ആ ശുക്രൻ്റെ ജന്മരാശിയിലെ സ്ഥിതിക്ക് കഴിയും. അതേസമയം നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയം കൂടെയാണ്. പ്രത്യേകിച്ച് 7ൽ ശുക്രൻ നിൽക്കുന്ന സമയമായി. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെ അവരെ സ്വാധീനിക്കുമെന്ന് നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 3ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജൂലൈ 4-ന് 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6ൽ കേതുവുണ്ട്. ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം 6ൽ വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ്. 6ാം ഭാവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ ശുക്രൻ്റെ 6ലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. അതുപോലെ ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂല സമയമാണ്. അതുപോലെ നമുക്കെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തൊഴിലിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ കഴിയും. അത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണത്തിന് സഹായകമാണ്. പൊതുവേ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും. കഴിവ് കൂടുന്ന സമയമാണ്. വർക്ക് പ്ലേസിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധ വേണം. അതുപോലെ ഈ 6ാം ഭാവം എന്ന് പറയുന്നത് കടത്തിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ ഈ കടം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം ഈ സമയത്ത് കണ്ടെത്തും. അതുപോലെ അന്യരെ സേവിക്കുന്നതിനുള്ള ഒരു മനോഭാവം ഈ സമയത്തുണ്ടാകും. അതുവഴി നമുക്ക് കൂടുതൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ കേസുകളുള്ളവർക്ക് ആ കേസുകളിൽ നിന്ന് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെയാണ്. ശുക്രൻ 3ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 3ാം ഭാവാധിപൻ
6-ലേക്കൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് നമുക്ക് 6-ലൊക്കെ വരുമ്പോൾ ചിലർക്ക് ഈ സഹോദരങ്ങൾ അതുപോലെ ബന്ധുക്കൾ മുഖേന ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേസമയം നമുക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് അതിജീവിക്കാൻ കഴിയുന്ന സമയം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്നതിനും അത് നമുക്ക് ഈ ശുക്രൻ്റെ 6-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് കഴിയും. അതുപോലെ നമുക്ക് ഈ ഏത് പ്രവർത്തനത്തിലായാലും അതിന് കാര്യക്ഷമമായി അതിന് കമ്മിറ്റ്മെൻറ്റ് കൂടി കാര്യക്ഷമമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. നമ്മുടെ ചുമതലകളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൂടുന്ന സമയം കൂടെയാണ്. അതുപോലെ തന്നെ ഈ കോമ്പറ്റിറ്റീവ് തലത്തിൽ പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ 6-ലൊക്കെ വരുമ്പോൾ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം, പ്രത്യേകിച്ച് നിയമമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ മെഡിറ്റേഷൻ തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഡിഫൻസ് സർവീസസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പോലീസ് ഫോഴ്സിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏത് പ്രവർത്തനം നടത്തുന്നവർക്കും അനുകൂല സമയമായിരിക്കും ശുക്രൻ 6-ലേക്ക് വരിക വഴി ഉണ്ടാകുന്നത്. അതൊക്കെ തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ കാര്യക്ഷമതൊക്കെ കൂടുന്നതിന് സഹായകമാണ്. ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച് നമുക്ക് ഉയരാൻ കഴിയുന്ന സമയമായിരിക്കും ആ ശുക്രൻ 6-ലേക്ക് വരിക വഴി ഉണ്ടാകുന്നത്. അതേസമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കരുത്. അതുപോലെ ഈ ചതി വഞ്ചന വഴിയുള്ള ധനാർജനം ഒഴിവാക്കാനൊക്കെ ഒരു ശ്രമം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിലും ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ശുക്രൻ 6-ലാണ്. അപ്പോൾ അത് ചിലപ്പോൾ കുടുംബജീവിതത്തിലൊക്കെ ഒരു സുഖക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഈ ശുക്രൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ ശുക്രൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു, 12-ൽ രാഹുവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പലതരത്തിലുള്ള ചെലവ് ഈ സമയത്ത് വന്നുപെടാനും സാധ്യതയുണ്ട്. സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആതുര സേവനവുമായി ബന്ധപ്പെടുന്നവർക്ക് അതുവഴിയുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ എക്സ്പെൻസും ചിലർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾക്ക് ചിലപ്പോൾ പണച്ചെലവ് ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.